ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ പെന്തക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ച ഇന്ന് വായിച്ച കേട്ട ഗീലിയൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 35 വരെയുള്ള വേദവാക്യങ്ങൾ. കർത്താവായ യേശുവിന് ജനസമൂഹത്തിന് 5 അപ്പം കൊണ്ട് 2 മീനും കൊണ്ട് ഒരു വലിയ ജനസമൂഹത്തെ പരിപോഷിപ്പിച്ചു. അതിനുശേഷം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് എവിടെ പോയാൽ അവന്റെ പിറകെ വലിയൊരു ജനസമൂഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. സത്യത്തിൽ ഇടം ബലം വിടാതെ ഇങ്ങനെ അവന്റെ പിന്നാലെ ജനസമൂഹം വന്നുകൊണ്ടേയിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് അവൻ മാറിപ്പോകുന്നുണ്ട്, ശിഷ്യന്മാരില്ലാതെ പോകുന്നുണ്ട്. അവിടെയൊക്കെ ഈ ജനസമൂഹം ചെറു പടവുകളിൽ, ചെറു ബോട്ടുകളിലൊക്കെ കടന്നു വന്ന് ദൈവത്തെ തിരയുന്നുണ്ട്. അങ്ങനെ കവർണഭൂമിൽ ഈ ജനസമൂഹം എത്തിയിട്ട് ഈ ജനസമൂഹം കർത്താവിനോട് ചോദിക്കുകയാണ്, നീ എവിടെ? നിന്നെ എന്തോരം ഞങ്ങൾ തിരക്കി, എവിടെയെല്ലാം നിന്നെ അന്വേഷിച്ചു, എന്നിട്ട് നിന്നെ കണ്ടില്ല, നീ എവിടെയായിരുന്നു? അപ്പോഴാണ് കർത്താവ് അവരുടെയൊക്കെ ചങ്കിൽ കൊള്ളുന്നത് പോലെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരം അവരോട് പറഞ്ഞത്. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടില്ല, അപ്പം തിന്ന് ഭക്ഷിച്ച് തൃപ്തിയായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് ഭക്ഷിച്ച് തൃപ്തിയായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. കാരണം വരുന്ന എല്ലാ ജനസമൂഹവും കർത്താവിൻ്റെ അടയാളങ്ങളോ വചനങ്ങളോ കേൾക്കാൻ വന്നവരല്ല. മറിച്ച് അത് കഴിഞ്ഞ് അവർക്കറിയാം അവിടെ എന്തുണ്ടാവും, നല്ല അടിപൊളി ഒരു ഫീസ്റ്റ് ഉണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞ കർത്താവാണ്. കാരണം അതിനു മുമ്പ് 5 അപ്പം കൊണ്ട് ഒന്നുമില്ലാതിരുന്ന ഒരു മലപ്രദേശത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ധാരാളം കൊണ്ട മിച്ചമെടുത്ത കർത്താവാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയില്ല. തമ്പുരാൻ പറയുകയാണ്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം നിന്ന് ഭക്ഷിച്ചത് കൊണ്ട് തൃപ്തിയായത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത്. അതിനുശേഷം കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആകരുത്. നിങ്ങൾ ജീവന്റെ അപ്പത്തെ പ്രാപിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. ജീവന്റെ നശിച്ചു പോകാത്ത നിത്യജീവനെ ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. എൻ്റെ നിങ്ങളുടെയും ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നശിച്ചു പോകാത്ത നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നത്, അത് എവിടെ നിന്ന് കിട്ടും? അതിനുവേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു വളരെ അടിവരയിട്ട് വ്യക്തമായ ഒരു മറുപടി പറയുന്നു. ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യും. ദൈവത്തിന് പ്രസാദമുള്ളത് നിങ്ങൾ ചെയ്യും. അത് നമ്മളോട് തന്നെയുള്ള ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല, ദൈവത്തിന് പ്രസാദമുള്ളതാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദിക്കണമെങ്കിൽ 100% എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം ഞാൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ളതാണ് ചെയ്യുന്നത് എന്ന്. ഇത് നമ്മളോട് തന്നെയുള്ള ചോദ്യമാണ്. എൻ്റെ ദൈവത്തിന് പ്രസാദമുള്ളതാണോ ഞാൻ ചെയ്യുന്നത്? എങ്ങനെ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാം? അത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം കയറി വരുന്നത് പാപത്തെ കുറിച്ചൊക്കെയാണ്. പാപം ചെയ്തതെന്നൊക്കെ പറയും. ഞാൻ പലപ്പോഴും പല പ്രാർത്ഥനയോഗങ്ങളിൽ പക്ഷേ ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുൻ ദേവാലയങ്ങളിലെല്ലാം ഈ പാപത്തെ പറ്റി നല്ലതുപോലെ പറയുമായിരുന്നു, പറയേണ്ടതായ അവസ്ഥ ഉണ്ടായിരുന്നു.
പക്ഷെ ഈ ദേശത്തേക്ക് വന്നപ്പോൾ പാപത്തെക്കുറിച്ച് അധികമൊന്നും ആദ്യമൊക്കെ പറയുമെങ്കിലും പിന്നീട് അധികമൊന്നും ഞാൻ പറയാറില്ല. കാരണം നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്നു, 10-12 മണിക്കൂർ കഷ്ടപ്പെടുന്നു, ഏജ് കെയറിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും അവരെ കിടന്ന് മല്ലുപിടിക്കുന്നു, ക്ഷീണിച്ച പരവശനായി എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ച് കട്ടിലേക്ക് നിങ്ങൾ വരുന്നു, മാണ്ട് കിടന്ന് ഉറങ്ങുന്നു. ഇതിനിടയ്ക്ക് എവിടെയാണ് പാപം ചെയ്യാൻ അവസരം? ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മാറി. എന്നാലും അല്ലാതെ ചിലരൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പാപത്തിൽ നിന്ന് മാറിയിരിക്കാൻ നമുക്ക് കഴിയും. ഒരു ആദാമ്യ പാപം നമുക്ക് ചുറ്റിലുണ്ട്. പർദീസായിൽ വെച്ച് ആദാമും ഹവ്വയും പുറത്തള്ളപ്പെട്ടപ്പോൾ, പക്ഷെ പുറത്ത് കളഞ്ഞില്ല ദൈവം. ആ ഒരു പാപം നമ്മെ ചുറ്റിയിരിക്കുന്നുണ്ട്. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മക്കളായി തീരാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. അതിന് നമ്മൾ തന്നെയാണ് എങ്ങനെയാണ് എൻ്റെ ദൈവത്തെ ഞാൻ പ്രസാദിപ്പിക്കേണ്ടത്. നിത്യജീവന്റെ നല്ല അനുഭവത്തെ നേടാൻ നമുക്ക് കഴിയണം. ഉടനെ ഇത് കേട്ടിരുന്ന മനുഷ്യർ പറഞ്ഞു, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് മന്ന നൽകി, മോശം മന്ന നൽകി. അത് സ്വർഗത്തിൽ നിന്നാണ് മോശ ഞങ്ങൾക്ക് മന്ന നൽകിയത്. കർത്താവോടെ തിരുത്തുകയാണ്, മോശയല്ല നിങ്ങൾക്ക് മന്ന നൽകിയത്, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് മന്ന നൽകിയത്. നമ്മുടെ പിതാവാണ് നമുക്ക് സർവ്വതും നൽകുന്നത്. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയും. പ്രവൃത്തി, ചിന്ത, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, കരുതൽ, സ്നേഹം, കാരുണ്യം, ഇവയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്. ഈ കാനാനിലെ യാത്രയിലേക്ക് എത്ര വർഷമെടുത്തു? എത്ര പേർ അങ്ങനെ ചെന്നു? അതിനിടയ്ക്ക് എന്തൊക്കെ ദൈവത്തിന് പ്രസാദകരമല്ലാത്തത് എന്തൊക്കെ മനുഷ്യർ ചെയ്തു? അവരെ തടഞ്ഞില്ല, അവരെ തള്ളിക്കളഞ്ഞില്ല. എത്തും എന്ന് കൽപ്പിച്ചെടുത്ത് തമ്പുരാൻ അവരെ കൊണ്ട് എത്തിച്ചു. മോശയോട് അവർ പിറുപിറുക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ പട്ടിണി കിടന്ന് ചാകാൻ പോവുക, അവിടെ കിടന്ന് പറവോന്റെ അടികൊണ്ടാൽ മതിയായിരുന്നു. ദൈവം മന്ന കൊടുത്തു. അപ്പൊ മനുഷ്യനെന്ത് ചെയ്തു? ആവശ്യത്തിന് വേണ്ടി മാത്രമേ പറക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ അനാവശ്യത്തിന് വേണ്ടിയും അത് പറക്കി എടുത്തു. അതാകരുത് മനുഷ്യൻ. എൻ്റെ ആവശ്യത്തിന് നേടുന്നതായിരിക്കണം, അനാവശ്യത്തിന് നേടുന്നതായിരിക്കരുത്. അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് നോക്കിക്കേ. എൻ്റെ ആവശ്യത്തിന് ഈ മോശയുടെ കൽപ്പനകളും ദൈവത്തിന്റെ ഈ ഇതുമൊക്കെ അനുസരിച്ച് ഒരുപക്ഷെ ധാരാളം കുടുംബങ്ങളുടെ തലമുറ ഒരുപക്ഷെ കനാനിൽ എത്തിക്കാണും. ഒരുപാട് പേര് പട്ടുപോയി ഉണ്ടാകാം. ഈ ക്രിസ്തീയമായ ജീവിതത്തിൽ ഈ കനാൻ എന്ന വലിയ പ്രയാണം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് സത്യത്തിൽ. അതിൽ പട്ടുപോകാതെ തഴച്ചു വളരുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. അതിന് നിത്യജീവനെ പ്രാപിക്കണം. നിത്യജീവനെ പ്രാപിക്കാൻ വിശുദ്ധ കുർബാന ഏറ്റവും അനുഗ്രഹമാണ്. ദൈവാരാധന ഏറ്റവും അനുഗ്രഹമാണ്. ഇല്ലാത്തവനെ കരുതുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. പരസ്പരം പങ്കുവെക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. അതിന് നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.